ഇത് നിങ്ങൾക്ക് എവിടെയാണെന്ന് മനസ്സിലായോ? ഇതിൻ്റെ അകം കാണിച്ചില്ല ഇങ്ങനെയല്ലേ പെട്ടെന്ന് മനസ്സിലാവുന്നത്. പിന്നെ ഇതിവിടെ വന്നിരിക്കുന്നവർക്കൊക്കെ മനസ്സിലായിട്ടുണ്ടാവും കേട്ടോ. ഇത് നമ്മുടെ അരിപ്പയാട്ടോ. നമ്മൾ എവിടെയാണെന്നറിയോ? എടപ്പള്ളി വരെ പോകണ്ട, അതിന് മുമ്പ് അഞ്ചുമന ക്ഷേത്രത്തിൻ്റെയൊക്കെ മുമ്പായിട്ട് എല്ലാവർക്കും അറിയാം അരിപ്പ എവിടെയാണെന്നൊക്കെ. പിന്നെ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ അരിപ്പയിൽ വന്നിട്ട് ഭക്ഷണം കഴിക്കാൻ കയറിയതാണ്. അപ്പോൾ എന്താ കഴിക്കേണ്ടതെന്ന് വെച്ചാൽ ഒരു മെനു കാർഡ് കൊണ്ട് വന്നപ്പോഴത്തേക്കും കണ്ണൻ എന്ത് കഴിക്കണമെന്നില്ല. ഞാൻ എന്തായാലും ആസ് യൂഷ്വൽ ബിരിയാണി എല്ലാ ഫുഡും നോക്കിയിട്ട് ഏറ്റവും അവസാനം നമുക്കൊരു പരിപാടിയാണല്ലോ, ചിക്കൻ ബിരിയാണി മതി ചേട്ടാ, അത് തന്നെ. അപ്പോൾ കണ്ണൻ പറഞ്ഞെന്നാൽ എനിക്ക് വെറൈറ്റി ആയിട്ട് എന്താ വള്ളുവനാടൻ സദ്യ അങ്ങനെയാണത് എഴുതി വെച്ചതേ, അത് മതിയെന്ന് പറഞ്ഞു. അപ്പോൾ അതിന് റേറ്റ് വരുന്നത് 225, പിന്നെ എൻ്റെ ബിരിയാണിക്ക് 200 വരുന്നത്. രണ്ടും കൂടി ആഡ് ചെയ്ത് പിന്നെ അതിൻ്റെ കൂടെ GST ഒക്കെ അവർ ആഡ് ചെയ്തിട്ട് എല്ലാം കൂടി ഒരു 450 രൂപ എന്തോ ആയി. അപ്പോൾ സദ്യ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് നല്ല ഇഷ്ടമായി. കണ്ണന് എന്തോ അത്ര വലിയ ഇഷ്ടപ്പെട്ടൊന്നുമില്ല, കുഴപ്പമൊന്നുമില്ല, നോർമൽ എന്നൊക്കെ വലിയതില്ലേ. പക്ഷേ എനിക്കെന്തോ അതിൽ നിന്നൊരു പിടി വന്നപ്പോഴത്തേക്കും ഭയങ്കര ഇഷ്ടമായിട്ടാണ്. കാരണം സദ്യ പൊതുവേ ഇഷ്ടമാണ് എനിക്ക്. അപ്പോൾ അതിൻ്റെ ഇതിൽ പിന്നെ വെച്ചപ്പോൾ തന്നെ നമ്മൾ ആദ്യം ഇരിക്കുന്ന മറ്റു സംഭവം ഉണ്ടല്ലോ, എന്തായിരുന്നു, കശുവണ്ടിയല്ല, കാവറയും ചിപ്സും ശർക്കര വരട്ടിയും, അതൊക്കെ ഞാൻ തട്ടിയേ. പിന്നെ ഇവൻ്റെ കഷ്ടകാലത്തിന് എൻ്റെ ബിരിയാണി ലാസ്റ്റാണ് കൊണ്ടുവന്നത്. അപ്പം ഞാൻ ഇവൻ്റെ നിന്നൊക്കെ കയറ്റ് വാരി അങ്ങനെ കയറ്റ് വാരി എന്നല്ല, എനിക്ക് അപ്പം ഓൾറെഡി നല്ല വിശക്കുന്നുണ്ടായിരുന്നു, നല്ല വിശന്നാണ് വന്ന് കയറുന്നത്. ഭയങ്കര ലാഗിങ് ആയിരുന്നു. ലാഗിങ് എന്നിട്ടുണ്ടെങ്കിൽ എനിക്കൊന്നും അവർ ബിരിയാണി ഉണ്ടാക്കി കഴിഞ്ഞ് കൊണ്ടുവന്ന ആ ഒരവസ്ഥയായിരുന്നു. കുറേ നേരം വെയിറ്റ് ചെയ്ത്. പിന്നെ ഇവൻ്റെ ആണെന്നുണ്ടെങ്കിൽ ഓരോ സാധനം ഇങ്ങനെ പതുക്കെ അപ്പോൾ പപ്പടം ഇല്ലേ എന്ന് ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എൻ്റെ ബിരിയാണിയിൽ പപ്പടം ഉണ്ടായിരുന്നൊന്നും ഞാൻ ഓർക്കൊന്നുമില്ല. ഞാൻ വിചാരിച്ചു എൻ്റെ ബിരിയാണിയിലുണ്ടെങ്കിൽ തരാമെന്ന് പറഞ്ഞപ്പോൾ പെട്ടെന്ന് തന്നെ പപ്പടം കൊണ്ടുവന്ന് കൊടുത്തു. അങ്ങനെ എനിക്ക് ബിരിയാണി എല്ലാം കൊണ്ടുവന്ന് തന്നു. അപ്പോൾ കുഴപ്പമില്ല. എനിക്ക് സദ്യനെ പറ്റിയായിട്ട് പറയാനുള്ളത്. സദ്യയിലൊരു പുളിങ്കറിയല്ല, ഇഞ്ചിക്കറിയാണ്. ഭയങ്കര ടേസ്റ്റ്. ആ സൈഡിലിരിക്കുന്ന കണ്ടോ, അത് രസത്തിൻ്റെയൊക്കെ സൈഡിലിരിക്കുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമായി. അതിനുശേഷം ഞങ്ങൾ നേരെ പോയി സ്റ്റുഡിയോയിലോട്ടോ. ഇത് വേറൊന്നും എടുത്തത്. അവിടെ നേരെ ഭക്ഷണം കഴിച്ച് സ്റ്റുഡിയോ കയറി കുറേ ഡ്രസ്സ് എന്തോ ഓഫർ ഉണ്ടായിരുന്നു. അപ്പോൾ കുറേ ഡ്രസ്സൊക്കെ വാങ്ങിയിട്ട് കവർ പോലും വാങ്ങിക്കാതെ നടന്ന് പോകുന്ന കേട്ടോ കാണുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളേ.